ഹലോ, ജുജ്മാസ് കിച്ചൻ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വരുന്നത് മാംഗ്ലൂരിയൻ ചിക്കൻ ചുക്കയും കോയിൻ പത്തിരിയുമാണ് കേട്ടോ. അത് നമ്മുടെ ഫസ്റ്റ് റെസിപ്പി ആയിട്ടുള്ള മാംഗ്ലൂരിയൻ ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആദ്യം നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 3 പട്ട, 4 ഗ്രാമ്പു, 5 ഏലക്ക, വലിയ ജീരകം 1/2 ടീസ്പൂൺ, പിന്നെ ചെറിയ ജീരകം 1/2 ടീസ്പൂൺ തന്നെ, ഉലുവ 1 ടീസ്പൂൺ, അതിനുശേഷം വറ്റൽ മുളക് വേണം 3 എണ്ണം, അതുപോലെ തന്നെ കുരുമുളക് ഇടുന്നുണ്ട്. പിന്നെ വേണ്ടത് പച്ചമല്ലിയാണ്, മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലി ഉണ്ടല്ലോ അത് വേണം. വെളുത്തുള്ളി മുഴുവനോട് കൂടിയിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങിച്ച് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്നതാണെങ്കിൽ ഇടാണ്ടിരിക്കണമായിരിക്കും ബെറ്റർ. അതിൻ്റെ കൂടെ ഈ മുഴുവൻ മല്ലി, അതും അതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുഴുവൻ മല്ലി ആയിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. ഉലുവ ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ഉലുവ ഇടുന്നുണ്ട് കേട്ടോ, 1 ടീസ്പൂൺ ഉലുവ ഇടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നല്ലതുപോലെ വറുത്തെടുക്കുക. ഇത് വറുത്ത് വരുന്ന സമയത്ത് നല്ല സ്മെല്ല് വരും. എന്നിട്ട് ഈ മല്ലിയും ജീരകങ്ങളും ഒക്കെ കൂടെ അങ്ങ് പൊട്ടാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരുമ്പോഴാണ് നമ്മളിതിനെ മിക്സിയിൽ അടിച്ചെടുക്കണം. ഇത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു കളറിലേക്കായിട്ടാണ് വരിക കേട്ടോ. ഇനി നമുക്ക് അടുത്ത പാൻ വെച്ച് ചൂടാവുന്ന സമയത്തേക്ക് അതിലേക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കണം. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത്. വലിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഈ സമയത്തെ നമ്മൾ ചെറിയൊരു ഇങ്ങനെ ഉണ്ട പുളി എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഈ പുളിയാണ് നമ്മളാകെ ഈ കറിയിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് സവോള, ഇഞ്ചി, വെളുത്തുള്ളി നല്ല ചെറുതാക്കിയിട്ട് 2 സവോളയും ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ആയിട്ട് റെഡിയാക്കി വയ്ക്കുക. ഇനി ഈ സവാള ഓയിൽ ഒഴിച്ചിട്ട് സവാളയും ഈ ജിഞ്ചറും ഗാർലിക്കും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടി ഫുള്ള് ഈ സവാളയിലേക്ക് ശരിക്കും മിക്സായി കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ നല്ലതുപോലെ ഈ മസാലയായിട്ട് മിക്സ് ചെയ്യുക. ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ്
ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സായി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത് ഓരോ ഇങ്ങനെ വെന്ത് വരുമ്പോഴും ആ അരപ്പിൻ്റെ ഓയിലൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളറിലേക്ക് ആയി വരും ഈ കറി. ഇതിലേക്കാണ് നമ്മൾ ആ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ പുളിവെള്ളം അത് മാത്രമേ ഉള്ളൂ, നമ്മൾ പുളിയായിട്ട് അല്ലാതെ തക്കാളിയൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പുളിക്ക് ആ പുളിവെള്ളം മാത്രമേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അത് ഏകദേശം ഒരു 3/4 ഭാഗം വേവായി കഴിയുമ്പോഴാണ് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവട്ടെ. അങ്ങനെ നമ്മുടെ കറിത ഏകദേശം കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട്. ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു ഡ്രൈ ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്ക്, ഒരു സെമി ഗ്രേവി ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കറി വേണ്ടത്. അപ്പോൾ നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ടായിരുന്നു, നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ബ്രൗണിഷ് ആവരുത് കേട്ടോ, ഈ ഒരു കളറിലേ ആവാൻ പാടുള്ളൂ തേങ്ങ. എന്നിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇത് നല്ല ഒരു ഡ്രൈ കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളതാണ്. വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത് ചിക്കൻ നല്ല വെന്ത് നല്ല വേവായിട്ട് അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു റെസിപ്പി വരുന്നത്. ലാസ്റ്റ് നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് എന്തിൻ്റെ കൂടെയും, അതായത് പത്തിരിയാണെന്നുണ്ടെങ്കിലും നൂലപ്പൊക്കെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ കറിയും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഗീ റൈസിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ഇത് വരുന്നത്. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാണ് ഏകദേശം നമ്മുടെ കറിയുടെ ഒരു കൺസിസ്റ്റൻസി വരിക. ഇതിലേക്ക് ലാസ്റ്റ് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മുടെ തേങ്ങ വറുത്ത് ചേർത്തതൊക്കെ അതിൽ അലിഞ്ഞില്ലാണ്ടായി. അപ്പോൾ ആ ഒരു തേങ്ങയുടെ ആ വറുത്തൊരു ടേസ്റ്റും ഒപ്പം തന്നെ അങ്ങനെ മൊത്തത്തിൽ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് സൈഡായിട്ട്, അതായത് ഇതിൻ്റെ സൈഡായിട്ട് നമ്മൾ കോയിൻ പത്തിരിയാണ് ഉണ്ടാക്കാൻ പോണത്. കോയിൻ പത്തിരി എന്ന് പറയുന്നത് കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് കോയിൻ പത്തിരി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളം ഉപ്പ് ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് പൊടിയിട്ട് കൊടുക്കണം. പൊടി ഇടുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് തേങ്ങ ചെരുവിയത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് പൊടിയിട്ട് കൊടുക്കുന്നത്. അല്ല, തിളച്ച വെള്ളത്തിലേക്കാണ് പൊടിയിട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ മിക്സ് ചെയ്ത് പൊടിയൊന്ന് വാട്ടിയെടുക്കണം. നല്ലപോലെ വാട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഏകദേശം നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന ചൂടിൽ വേണം ഇങ്ങനെ പത്തിരിയാണെങ്കിലും ഇങ്ങനെയുള്ള ഐറ്റം ഒക്കെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
ഓയിൽ ഒഴിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു കിട്ടും. എന്നിട്ട് ഒന്നുകിൽ ഇത് കയ്യിൽ വെച്ച് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അത്രയും എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ തന്നെ വെച്ച് പരത്തിയെടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റും. കയ്യിൽ വെച്ചിട്ടാണെങ്കിൽ ഇതേപോലെ ജുജ്മ ചെയ്യുന്നത് പോലെയാണ് ഇത് പരത്തിയെടുക്കുക. പതുക്കെ പതുക്കെ പതുക്കെ, അതായത് സെൻറ്ററിൽ നിന്ന് സൈഡുകളിലേക്ക് അങ്ങനെ പരത്തി ഈവണായിട്ട് ഈ ഇത്രയും കുഞ്ഞു പത്തിരികളായിട്ടാണ് അതിനെ റെഡിയാക്കി എടുക്കേണ്ടത്. കോയിൻ പത്തിരി കൈൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തൂവിയിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ വേഗം നമുക്ക് പരന്ന് കിട്ടും. നല്ല ഭംഗിയുണ്ട് അല്ലേ, ഒരു കുഞ്ഞി പത്തിരി. പക്ഷേ ഇത് കട്ടിയുണ്ട് കേട്ടോ, അത്യാവശ്യം കട്ടിയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ കോയിൻ പൊറോട്ട ഇല്ലേ, നല്ല അത്യാവശ്യം കട്ടിയിലാണല്ലോ വരിക, അതേപോലെ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നിയത് ഇലയിൽ വെച്ചിട്ട് പരത്തുമ്പോൾ ഇതിനൊരു ഷേപ്പ് കിട്ടില്ല. ഇതിൽ ശരിക്കും കയ്യിൽ വെച്ച് പരത്തുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഷേപ്പ്. കണ്ടോ, ഇലയിൽ പരത്തിയതും കയ്യിൽ പരത്തിയതും തമ്മിൽ ഷേപ്പ് വെച്ച് നോക്കുമ്പോൾ കയ്യിൽ പരത്തണതിനാണ് നല്ല ഷേപ്പ്. എന്നിട്ട് നമുക്കിത് പാനിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും ആണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. കാര്യം ആ കട്ടിയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ ആയിട്ട് കിട്ടും. രണ്ട് സൈഡും നല്ല മുരിഞ്ഞിട്ട് ആയി കിട്ടും. ഇനി ഇത് ആക്ച്വലി എങ്ങനെ കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ മെയിൻ ആ പത്തിരിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ പാല് ഉണ്ടാക്കുന്ന രീതിയാണ്. നമ്മൾ തേങ്ങ ചെരുവിയിട്ട് തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കുക. അങ്ങനെ നമ്മുടെ കോയിൻ പത്തിരി ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ചെയ്യണം എന്താ വെച്ചാൽ, പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുഞ്ഞുള്ളി അരിഞ്ഞിട്ട് അത് മുരിച്ചെടുക്കുക. അങ്ങനെ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചില്ലേ, ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഒരു മണം വരും. ഈ നെയ്യും ഉള്ളി മൂപ്പിച്ചതും തേങ്ങാപ്പാലും കൂടെ ചേരുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക തരം മണം വരും. ഈ പാലാണ് നമ്മൾ ഈ പത്തിരിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. നല്ല ചൂട് പത്തിരിയിലേക്ക് ഈ പാലൊഴിച്ചിട്ട്, അല്ലെങ്കിൽ നല്ല ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പാലിലേക്ക് ഈ പത്തിരികൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതങ്ങനെ ഒരു 5 മിനിറ്റ് കുതിർത്താൻ വെക്കുക. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ പത്തിരി ഈ പാലിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കട്ടിയുള്ള പത്തിരി ഉണ്ടല്ലോ, അത് നല്ല കുതിർന്ന്, എനിക്ക് പറയാൻ വയ്യ, നല്ല കുതിർന്ന് നല്ല സോഫ്റ്റായി കഴിക്കാനാവുന്ന സമയത്തേക്ക് വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതേ പാല് തന്നെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ഉണ്ടാക്കി തന്നെ നോക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം കേട്ടോ.